ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ എല്ലാവർക്കും കർത്താവിൻ്റെ സമർപ്പണ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുകയാണ്. കഴിഞ്ഞ ദിവസം അവിചാരിതമായി കണ്ട പഴയൊരു സിനിമയുണ്ട്. നായകനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ നായകൻ്റെ മകളിലൂടെ നായകനെ അവൾ തിരിച്ചറിയുകയാണ്. ഒടുവിൽ അയാളുടെ വാക്കുകളും അയാളുടെ ഫോൺ വിളികളും അയാളുടെ പ്രവൃത്തികളുടെ കേട്ടുകേൾവികളുമെല്ലാം അവളെ അയാളിലേക്ക് അടുപ്പിക്കുകയാണ്. പതിയെ അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രധാരണങ്ങളൊക്കെ ധരിച്ച് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ പാകം ചെയ്ത് അയാൾക്ക് വേണ്ടി അവൾ കാത്തിരിക്കുകയാണ്. ഒടുവിൽ ഒരു അല്പനേരത്തേക്ക് മാത്രം അയാളെ കാണാൻ പറ്റുകയും പിന്നീട് ഒരിക്കലും കാണാതിരിക്കുന്ന അവസ്ഥയിലേക്ക് അവൾ മാറുന്നുണ്ടെങ്കിലും അവളതെല്ലാം സന്തോഷപൂർവ്വം ആ കണ്ട കാഴ്ചയോടൊപ്പം അവൾ സന്തോഷമാതിയായിക്കാൻ ശ്രമിക്കുകയാണ്. 1 മുതൽ 0 വരെ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ മനോഹരമായ ഒരു സിനിമയാണ് ഞാനീ പറഞ്ഞു വെച്ചത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക കർത്താവിൻ്റെ സമർപ്പണ തിരുനാളിനെ പറ്റിയാണ്. നമുക്കറിയാം മാതാവിൻ്റെ ശുദ്ധീകരണത്തിനെ പറ്റിയും അതോടൊപ്പം തന്നെ ദൈവത്തിൽ നിന്ന് ലഭിച്ച ആദ്യജാതനെ ദൈവത്തിങ്കിലേക്ക് തന്നെ കൊടുക്കുന്ന പാരമ്പര്യങ്ങളൊക്കെ യഹൂദർ പാലിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ നിരത്തി വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സമർപ്പണ തിരുനാൾ കുറച്ചുകൂടി മനോഹരമാക്കുന്ന 2 വ്യക്തികളെ കൂടി വിശുദ്ധഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. അതെ, ശിമയോനും അന്നായും. അതെ, അവരുടെ പശ്ചാത്തലത്തെപ്പറ്റിയും അവരുടെ ഫ്ലാഷ് ബാക്കിൽ നടന്ന സംഭവങ്ങളെപ്പറ്റിയുമൊക്കെ വിശദീകരണം ചെറിയ സൂചനകളൊക്കെ മനോഹരമായി നൽകുന്നുണ്ട്. ഒരിക്കലും നിരാശപ്പെടാതെ കർത്താവിൻ്റെ സന്നിധിയിലാർന്നുകൊണ്ട് കർത്താവിനോടൊപ്പമായിരിക്കുവാൻ, കർത്താവിനെ കാണുവാൻ വേണ്ടി കൊതിച്ചിരുന്ന 2 വ്യക്തികൾ. ഓർക്കുക, ഒരുപക്ഷെ അവരുടെ ജീവിതം അത്ര നല്ലതായിരിക്കണമെന്നില്ല. കാരണം ഇത്രയും നാളുകളും ശിമിയോൻ വയസ്സായപ്പോഴും അന്ന തൻ്റെ ലൗകികമായ ജീവിതങ്ങളെല്ലാം ഉപേക്ഷിച്ചപ്പോഴും ഒപ്പമുള്ളവരൊക്കെ അവരെ നിരാശപ്പെടുത്തിയേക്കാം. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ എങ്ങനെയാണ് അവർക്ക് കർത്താവിന് വേണ്ടി ഇത്രയും നാളും കാത്തിരിക്കുവാൻ വേണ്ടി സാധിച്ചത്? അതെ, 3 പുണ്യങ്ങൾ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ ചേർത്ത് വെച്ചതുകൊണ്ടായിരിക്കണം. വിശ്വാസം, പ്രത്യാശ, ക്ഷമ. സ്നേഹം നിറഞ്ഞവരെ, ഏത് കാത്തിരിപ്പുകളും മനോഹരമായി മാറ്റുക ഈ 3 പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്. പ്രത്യാശയും വിശ്വാസവും ക്ഷമയും. നമ്മളും കാത്തിരിക്കുന്നവരാണ്. നല്ല ഭാര്യയെ കിട്ടുവാൻ വേണ്ടി, ഭർത്താവിനെ കിട്ടുവാൻ വേണ്ടി, നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി, മക്കൾ നല്ല രീതിയിൽ വളർന്നു വരുവാൻ വേണ്ടി, നമ്മുടേതായ നല്ല ജീവിതശൈലികൾ തുടങ്ങാൻ വേണ്ടി, നമ്മുടെ കഴിഞ്ഞുപോയ ചീത്ത കാലഘട്ടത്തൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പുതിയൊരു നല്ല ജീവിതം തുടങ്ങാൻ വേണ്ടി. അങ്ങനെ നമ്മളും ഈ കാത്തിരിപ്പിൻ്റെ പാതയിൽ തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഈ കാത്തിരിപ്പുകൾ യഥാർത്ഥത്തിൽ നമുക്ക് വിരസമായി തോന്നുക ഈ 3 പുണ്യങ്ങൾ നാം ചേർത്ത് വയ്ക്കാത്തതുകൊണ്ടാണ്. പ്രത്യാശ, ക്ഷമ, വിശ്വാസം. സ്നേഹിതരെ, ഓർക്കുക, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് ഓടി അകലുമ്പോൾ അവർക്ക് മുൻപിലുണ്ടായിരുന്നത് പാറക്കെട്ടുകളും പിന്നിൽ ശത്രു സൈന്യവും സൈഡിൽ മല പോലെ ഉയർന്നു നിൽക്കുന്ന തിരമാലകളുമാണെന്നാണ് വിശദീകരണത്തിൽ വായിക്കുക. പക്ഷെ ഒരിക്കൽ പോലും അവർ പേടിക്കാതെ പ്രത്യാശയോടുകൂടി തങ്ങളെ നയിച്ച കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്രയാകുന്നുണ്ട്. ഓർക്കുക, ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് തള്ളിയിടുമ്പോൾ 3 ദിവസം വിശന്നു വലഞ്ഞ സിംഹങ്ങളുടെ ഇടയിലേക്കാണ് അദ്ദേഹം വീഴപ്പെടുക. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഭയപ്പെടാതെ താൻ ആരാധിക്കുന്ന ദൈവം തന്നെ രക്ഷിക്കുമെന്ന വിശ്വാസത്തോടു കൂടി അയാൾ സന്തോഷപൂർവ്വമായിരിക്കുന്നതായി വിശദീകരണത്തിൽ നാം വായിക്കുന്നുണ്ട്. താൻ സ്നേഹിച്ച പ്രണയിനിക്ക് വേണ്ടി അയാൾ അധ്വാനിക്കുമ്പോൾ പറ്റിക്കപ്പെട്ടിട്ടും അതിലൊരു പരാതിയും പറയാതെ ക്ഷമയോടുകൂടി വീണ്ടും അമ്മായപ്പൻ്റെ കീഴിൽ പണിയെടുക്കുന്ന യാക്കോബിനെയും നാം കണ്ടുമുട്ടുന്നുണ്ട്. സ്നേഹിതരെ, ഈ 3 വ്യക്തികളും നമുക്ക് കാണിച്ചു തരിക കാത്തിരിപ്പിൻ്റെ ഒരു സുഖത്തെപ്പറ്റിയാണ്. ഈ 3 വ്യക്തികളിലും ഈ 3 കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി നിന്നുകൊണ്ടാണ് അവർ തങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ സാധൂകരിക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കും സാധിക്കാതെ പോകുന്നത്? അതെ, നമ്മുടെ ജീവിതത്തിലും വിശ്വാസവും പ്രത്യാശയും ക്ഷമയും ചേർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കാത്തിരിപ്പുകളും വളരെ മനോഹരമായി മാറും. ഇതുമാത്രം പോരാ, നമ്മുടെ ഈ കാത്തിരിപ്പുകൾ മറ്റുള്ളവർക്ക് പ്രചോദനകരമായി മാറുന്ന ഒന്നായി തീരുവാനും ശ്രമിക്കണമെന്ന് വിശുദ്ധഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓർക്കുക, കഴിഞ്ഞ ദിവസത്തെ വായനകളിൽ വളരെ മനോഹരമായൊരു വായന എസ്രായുടെ പുസ്തകത്തിൽ നിന്നായിരുന്നു. അതിൽ ഇസ്രായേൽ ജനം തങ്ങളുടെ ചെയ്തികളെക്കുറിച്ച് ഓർത്ത് കരയുമ്പോൾ, നിയമങ്ങളെപ്പറ്റി വായിക്കുമ്പോൾ ദുഃഖിക്കുമ്പോഴെല്ലാം എസ്ര അവരെ സാന്ത്വനിപ്പിച്ച് അവർക്ക് പുതിയ പ്രത്യാശയും ക്ഷമയും വിശ്വാസവും പകർന്നുകൊണ്ട് അവർക്ക് പുതിയൊരു വളർച്ച നൽകുന്നതായി നാം വിശുദ്ധഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. സ്നേഹിതരെ, അങ്ങനെയെങ്കിൽ നമുക്കും മറ്റുള്ളവർക്കും മാതൃകയാകുന്ന കാത്തിരിപ്പിൻ്റെ നല്ല റോൾ മോഡൽസായി മാറുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനായി ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം: വിശ്വാസവും പ്രത്യാശയും ക്ഷമയും കൈവിടാതിരിക്കാൻ ശ്രമിക്കാം. എന്നാൽ ഈ 3 പുണ്യങ്ങളാണ് നമ്മുടെ കാത്തിരിപ്പുകൾ മനോഹരമായി മാറുക. ഇങ്ങനെ കാത്തിരിപ്പുകൾ മനോഹരമായി മാറണമെങ്കിൽ അങ്ങനെ ഈ 3 പുണ്യങ്ങളും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കാത്തിരിപ്പുകൾ മനോഹരമായി തീരാം. ഓർക്കുക, നിൻ്റെ കർത്താവ് എല്ലാം കാണുകയും ഒടുവിൽ നിൻ്റെ ആഗ്രഹം സഫലീകരിക്കുവാൻ നിന്നിലേക്ക് ഇറങ്ങിത്തിരിക്കുമെന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതിനായി കാത്തിരിക്കാം.
അവസാനിപ്പിക്കുകയാണ്. ഈ സമർപ്പണ തിരുനാളിൽ ഏറെ പ്രത്യേകമായി നാം പ്രാർത്ഥിക്കുക സമർപ്പിതർക്ക് വേണ്ടിയിട്ടാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ മനോഹരമായ ആശയം മുന്നോട്ട് വെച്ചത്. അതെ, സമർപ്പിതരായ വൈദികരെയും സന്യസ്തരെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ശ്രമിക്കാം. തങ്ങളുടേതായ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സ്വയം സമർപ്പിച്ച് ഇറങ്ങിത്തിരിച്ചവരാണ് ഓരോ വൈദികരും സന്യസ്തരും. അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ അവരെ നിരുത്സാഹപ്പെടുത്താതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ അംഗീകരിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ ശ്രമിക്കാം. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ പറഞ്ഞ അനുഭവത്തിൽ വളരെ വേദനയോടുകൂടി സിസ്റ്റർ പറഞ്ഞു വെച്ച കാര്യം ഇപ്രകാരമായിരുന്നു. അച്ഛാ, എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ഒടുവിൽ ഒരു അംഗീകാരം ലഭിക്കാനാവാതെ, ഒരു പുഞ്ചിരി ലഭിക്കാനാവാതെ പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങളൊക്കെ തളർന്നു പോകുന്നത്. സ്നേഹിതരെ, നമ്മോടൊപ്പമുള്ള സന്യസ്തരെ കൂടി നമ്മുടെ പ്രാർത്ഥനയിലും മനസ്സിലും ചേർത്ത് വയ്ക്കാം. അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അംഗീകരിച്ചുകൊണ്ട്, അവർക്കൊരു ചെറു പുഞ്ചിരി നൽകിക്കൊണ്ട്, അവർക്ക് സ്നേഹം നൽകുന്നുകൊണ്ട് നമുക്കും നീങ്ങാൻ ശ്രമിക്കാം. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസവും പ്രത്യാശയും ക്ഷമയും നിറഞ്ഞ നല്ല വ്യക്തികളായി മാറുമ്പോൾ നമ്മുടെ ഹൃദയം അവിടെ നിർമ്മലമാക്കപ്പെടുകയാണ്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ പോലെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്നാൽ ദൈവത്തെ കാണുമെന്ന വചനം നമ്മളിലൂടെ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യും. അതിനായി ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസവും പ്രത്യാശയും ക്ഷമയും ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ വരവിനായി കാത്തിരിക്കാം. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പുകൾ കുറച്ചുകൂടി മനോഹരമായി തീരാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.